സത്യത്തില് ഞാനല്ല എന്റെ ലൈഫിൽ ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് എന്റെ ഉമ്മാണ്. മാൽഡീവ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു ഫ്ലുവൻസി. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നാട്ടില് നമ്മള് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഇന്ന് നമ്മളൊപ്പം ജി ടോക്കില് കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് മാൽഡീവ്സിൽ നിന്നും ടീച്ചർ റുക്സാനയാണ്. അങ്ങനെ വെറും ടീച്ചർ റുക്സാന എന്നുള്ള ഒരു ഇൻട്രോ ഒന്നും പോരാ നമ്മളെ ഹീറോയിന്. ദ റിയൽ ലൈഫ് ഹീറോ, ദ റിയൽ ലൈഫ് സ്റ്റാർ, ബ്രിട്ടിൽ ബോൺ ആൻഡ് ഡിസീസ് എന്ന ഒരു നിക്നെയിം ഉള്ള ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന ഇതുപോലെ ചെറുതല്ലാത്ത അത്യാവശ്യം വലിയൊരു അസുഖത്തെ ചെറുത്ത് തോൽപ്പിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ചിറക് നൽകി നല്ലൊരു പൊസിഷനിൽ, ജീവിതത്തിൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആളാണ് ഈ ടീച്ചർ റുക്സാന എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഗസ്റ്റിനെ നമ്മുടെ നവംബർ മന്ത് ജി ടോക്കിലേക്ക്. റുക്സാന, പ്ലീസ് ജോയിൻ വിത്ത് us. വെൽക്കം ടു ജി ടോക്ക്. ഹലോ ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും സലാം. ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ ഡിയർ. പരിചയപ്പെടുത്തിയതൊക്കെ ഞാൻ കേട്ടു, വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. ഒരു ഹീറോയിൻ ആണ് എന്നൊക്കെ പറഞ്ഞു. സത്യത്തില് ഞാനല്ല എന്റെ ലൈഫിൽ ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് എന്റെ ഉമ്മാണ്. ഉമ്മ. അതിന് കാരണമുണ്ട് എന്ന് വെച്ചാൽ എന്നെക്കാൾ കൂടുതൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് എന്റെ ഉമ്മയാണ്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാന് ഇപ്പോ ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ റീസെന്റ് ഇപ്പോഴാണ് ഞാൻ ശരിക്കും PG ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ഗൂഗിൾ മീറ്റിലും ഒക്കെ കയറി ഒരുപാട് ക്ലാസ് ഒക്കെ കേട്ടിട്ടുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് ഫോമൽ ആയിട്ട് ഇങ്ങനെ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എനിക്ക് നല്ല നെർവസ് ആണ്. അത് എന്റെ കൈയൊക്കെ കിടന്ന് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഒത്തിരി ഫോമൽ ആയിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. സിമ്പിൾ ആയിട്ട് സംസാരിക്കുക, അതല്ല നല്ലത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം, എന്നാലേ രസമുള്ളൂ. തീർച്ചയായും അങ്ങനെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്കും താല്പര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, എന്നാലല്ലേ ഇതിന് രസം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇങ്ങനെ മൈക്ക് ഓഫ് ആക്കി ഇരിക്കണം എന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് എല്ലാരും സ്റ്റുഡൻസ് ആണോ? എന്താണ് ഇത് സംഭവം? സ്റ്റുഡൻസ് ആണോ? വീട്ടമ്മമാരുണ്ടോ? വർക്ക് ചെയ്യുന്നവരുണ്ടോ? അതിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരും വീട്ടമ്മമാരും ഒക്കെയാണ് ഞങ്ങള്. ഓക്കെ. അപ്പൊ ഞാന് എന്റെ ഏജ് എന്ന് പറയുന്നത് 23 ആണ്. അപ്പൊ 23-ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ MCOM ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജനുവരിയിലാണ് ഞാൻ ഈ മാൾഡീവ്സിലേക്കുള്ള ജോബിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇവിടെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് പറഞ്ഞതിന് മുന്നേ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ഇപ്പോ 4 മാസം ആകാറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 ആഴ്ച മുന്നേ ആണ് എന്റെ PGയുടെ റിസൾട്ട് വന്നത്. അതിൽ റാങ്ക് 1 ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇനി എന്നെ പറ്റി പറയട്ടെ. ഞാൻ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? പറയാം അല്ലെ? ഓക്കെ. അപ്പൊ ഞാന് ജനിക്കുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ജനിച്ച് എന്റെ വീട്ടുകാരെന്ന് പറയുന്നത് അത്ര വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. കൂലിപ്പണിയായിരുന്നു വാപ്പയ്ക്ക്. ഈ കൈവണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വലിക്കുന്ന പണിയായിരുന്നു. ഉമ്മി ഹൗസ് വൈഫ് ആയിരുന്നു. എനിക്കൊരു ഇത്താത്തയുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ചപ്പോ എന്ന് പറഞ്ഞാല് കരച്ചില് നിൽക്കുന്നില്ല. കരച്ചില് നിൽക്കാണ്ടായപ്പോ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞു, കരഞ്ഞ് അവസാനം കണ്ണീരൊക്കെ വറ്റി. അങ്ങനെ നിന്ന ഒരു സാഹചര്യത്തില് ഡോക്ടർ പറയാണ് ഒരു എക്സ്റേ എടുക്ക് എന്ന് പറയാണ്. അങ്ങനെ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ്. രോഗം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്ഥികള്, ഈ ബോൺസ് ഉണ്ടല്ലോ, അസ്ഥികള് തനിയെ ഇങ്ങനെ ദ്രവിച്ച് പൊട്ടി പോകുന്ന ഒരു അസുഖം. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഈ കുട്ടികൾ സ്വിച്ച് ബോർഡ് ഇടുമ്പോൾ കൈയൊടിയുന്നു, ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെയിലേക്ക് കൊടുക്കുമ്പോൾ എല്ലുകൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, തനിയെ ദ്രവിച്ച് പൊട്ടിപ്പോവുക. അതായിരുന്നു എന്റെ രോഗം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റേയിൽ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ എന്റെ എല്ലുകൾ മുഴുവൻ ഒടിഞ്ഞിരിക്കുകയാണ്. ദശയിലേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് അങ്ങനെ എല്ലാ എല്ല് ഒടിഞ്ഞ് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വേദന സഹിക്കാൻ പറ്റാണ്ടുള്ള കരച്ചിലായിരുന്നു അത്. അപ്പൊ ഇങ്ങനെ ഒരു രോഗമാണെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അസുഖത്തിനെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ല അവർക്ക്. എങ്ങനെ ഇതിനെ കെയർ ചെയ്യണം,
എന്താണ് അവസ്ഥ, എന്ത് മരുന്ന് കൊടുക്കണം, ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അവരാകെ മെന്റലി ഡൗൺ ആയി. ഒരു എങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ എല്ലുകൾ ഒടിയാണ്, ഒരു സ്ഥലത്ത് ഒടിഞ്ഞ് മറ്റു സ്ഥലത്ത് ഒടിഞ്ഞ് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ് ഇതിൽ ഇംഗ്ലീഷിൽ ഇതിന് മരുന്നൊന്നും ഇല്ല, ഇംഗ്ലീഷിൽ മരുന്നൊന്നും ഇല്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റർ ഇടാൻ പറ്റും. അല്ലാതെ ഒടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടാം, പക്ഷെ ആ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് വേറെ സ്ഥലത്ത് ഒടിയും. അപ്പൊ അതിന് വേറെ മരുന്നൊന്നുമില്ല. എന്ത് ചെയ്യുന്ന അറിയാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയാണ് എന്റെ എന്റെ മൂത്താപ്പ, അതായത് എന്റെ വാപ്പാടെ ജ്യേഷ്ഠൻ വന്നിട്ട് പറയുന്നത് ഹോമിയോയില് കാണിക്കുക, ഇതിന് മരുന്നുണ്ടാവും, ഒരു ഡോക്ടർ, ഒരു അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അന്നത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനും വളരെ മോശമാണ് കേട്ടോ. അപ്പോ എന്ത് ചെയ്യുന്ന അറിയാണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഡോക്ടറെ പോയി കാണുകയാണ്. അപ്പൊ ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ആൾക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ഇത് എടുക്കണോ, ഈ കേസ് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാത്രം എടുക്കാൻ തോന്നിക്കണേന്നും പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്ത് എനിക്ക് ആദ്യമായിട്ട് തരുന്ന മരുന്ന് എന്ന് പറയുന്നത് എല്ലുകൾ പഴുത്ത് ക്യാൻസർ ആവാതിരിക്കാനുള്ള മരുന്നാണ് എനിക്ക് ആദ്യം തരുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 6 മാസം ഈ കൊച്ചിനെ മുടി വെട്ടിക്കരുത്, കുളിപ്പിക്കരുത്, സ്പോഞ്ചില് വെറുതെ കൊണ്ട് നടക്കുക. വെറുതെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അനക്കരുത്, അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം തലയോടുണ്ടല്ലോ, തലയോടൊന്നും ഇല്ല, ഈ വളരെ നേരിയ ഇതൊക്കെയായിരുന്നു. അപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തല്ല, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് ഏത് സമയം ഇങ്ങനെ ഒരു നാക്കുണ്ട്, ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കുമ്പോൾ ഒരു നാക്കിൽ എടുക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലുകൾ പൊട്ടും. അപ്പൊ എന്റെ ഉമ്മയുടെ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത്, നിങ്ങൾക്കറിയാലോ ഒരു കുട്ടീനെ എടുത്ത് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം വേദന നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഒരു ഇത്രയും മാസങ്ങൾ ഒരേ പൊസിഷനിൽ തന്നെ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോ എന്റെ ഉമ്മ എത്രത്തോളം ആ ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. മെന്റലി വളരെ ഇല്ലായി. വാപ്പാക്ക് ദിവസം കിട്ടണ പൈസ, ദിവസേന കിട്ടണ പൈസ മൊത്തം ഈ മരുന്നിന് ചെലവാകും. സേവിങ്സ് ഒന്നും ഉണ്ടാക്കാനുള്ള വഴിയില്ല. അപ്പോ അങ്ങനെ കുറെ നാള് തള്ളി നീക്കി. ജർമ്മൻ മെഡിസിൻസ് ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാലം പോയി. പിന്നെ ഉമ്മ ഇങ്ങനെ കുറെ ഇങ്ങനെ മെച്ചം പിടിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് ഞങ്ങൾ ഇച്ചിരി വലുതായി വരുന്ന സമയത്താണ് വാപ്പച്ചി പതിയെ ബിസിനസ്സിലേക്ക് ചുവട് വെക്കുന്നത്. ഒരു ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു മരക്കച്ചവടം ഒക്കെ തുടങ്ങി പതിയെ ബിസിനസ്സിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊരു 5-6 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് അങ്ങനെ തുടങ്ങുന്നു. അപ്പൊ പിന്നെ എന്റെ മുമ്പിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ എഡ്യൂക്കേഷൻ ആണ്. അറിയാമല്ലോ, പഠിപ്പ്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മാതാപിതാക്കള് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. അവരെ ഒരു നിലയിൽ എത്തിക്കുക, അത് മാതാപിതാക്കളുടെ കടമ. അത് കഴിഞ്ഞ് മക്കൾക്ക് തിരിച്ചൊരു കടമയുണ്ട്. എപ്പോഴും വൺ സൈഡ് അല്ലല്ലോ, എല്ലാ കാര്യത്തിനും ഒരു 2 സൈഡ് ഉണ്ട്. മക്കള് തിരിച്ച്, മാതാപിതാക്കൾ ഇതുപോലെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മക്കൾ തിരിച്ച് റെസ്പോൺസിബിൾ ആവണം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഉമ്മയുടെ മുമ്പിലുള്ള അടുത്ത ഇതെന്ന് പറയുന്നത് എന്നെ പഠിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ചില്ലറ കാര്യമൊന്നല്ല അത്. കാരണം എന്ന് വെച്ചാല് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എവിടെ കൊണ്ടുപോയാലും എടുക്കൂല, ഒരു സ്കൂളിലും എന്നെ എടുക്കൂല. കാരണം എന്ന് വെച്ചാൽ അത്രയും ഈ സ്കൂളുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മറ്റുള്ള പിള്ളേരുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യും, എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. അപ്പൊ ഒരു സ്കൂളിലും എടുക്കൂല. അങ്ങനെ കുടുംബക്കാര്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട, ആ കൊച്ചിനെ വെറുതെ വീട്ടിലിരുത്ത്. ഇങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വീട്ടിലിരുന്നിട്ട് എല്ലുകൾ പൊട്ടുന്നു, അപ്പൊ പിന്നെ സ്കൂളിൽ എന്തിനു വിടണം എന്ന് എന്റെ ഉമ്മാനോട് ചോദിച്ചു. അപ്പൊ അന്ന് എന്റെ ഉമ്മ അത് കേട്ട് എന്നെ വീട്ടിൽ ഇരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പോ ആ ഒരു 4 കോർണേഴ്സിന്റെ ഉള്ളിൽ ഒന്നും അറിയാത്തൊരു, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ഭാരമായി ഞാൻ അവിടെ ഇരുന്നേനെ. എന്റെ ഉമ്മ വിട്ടുകൊടുത്തില്ല. എന്റെ ഉമ്മ പറഞ്ഞില്ല എന്റെ മോളെ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് അവസാനം ഒരു വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല് എന്റെ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കണം, എന്റെ ക്ലാസിന്റെ ഫ്രണ്ടിൽ നിൽക്കണം. സ്കൂള് തീരുന്നവരെ ഉച്ചയ്ക്ക് ഇന്റർവെൽ ടൈമിലൊക്കെ എന്നെ കൊണ്ടുപോകണം, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, ഫുഡ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കാം സെപ്പറേറ്റ്, അതായത് മറ്റു കുട്ടികളുടെ കൂടെ അല്ല,
ഫ്രണ്ടിൽ ഇച്ചിരി വേറെ ഒരു സെപ്പറേറ്റ് ഡെസ്ക് ബെഞ്ച് ഇട്ടിട്ട് അങ്ങനെ പഠിപ്പിക്കാന്നുള്ള ഒരു ഓപ്ഷനിൽ അങ്ങനെ അവരെടുത്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ സ്കൂളിൽ പോയി അങ്ങനെ. അപ്പൊ ഉമ്മി എന്ന് പറഞ്ഞാൽ അന്ന് വണ്ടിയൊന്നും ഇല്ല ഞങ്ങൾക്ക് കൊണ്ടോ. അപ്പൊ ഒരു തോളത്ത് എന്നെ എടുക്കും, മറ്റേ കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ ലഞ്ച് ബോക്സ് ആയിട്ട് ഒരറ്റം വരെ നടക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 5-6 വയസ്സുള്ള ഒരു കുട്ടീനെ എടുത്ത് നടന്ന് സ്കൂള് വരെ കൊണ്ടുവരിക, എന്നിട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ നിൽക്കുക. വീട്ടിലെ പണിയൊന്നും നടക്കൂലേ. വീട്ടില് ഞാൻ മാത്രമല്ല, എന്റെ ഒരു ഇത്താത്തയുണ്ട്, അതിനെ നോക്കണം. അപ്പോ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ അത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് എന്റെ ഉമ്മ ഇടയ്ക്ക് അങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോ ഇത്താത്തയുണ്ട് ആ സമയത്ത്, അവളും കുഞ്ഞ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അത് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ തളർന്നു പോയേനെ. എന്റെ ഉമ്മാക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് വെച്ചാൽ 10ാം ക്ലാസ് ആണ്. അപ്പൊ ഉമ്മയുടെ ആ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ ലൈഫിൽ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരരുത്, എഡ്യൂക്കേഷൻ വേണം, ആ ഒരു ഇത് മാത്രമേ ഉമ്മാക്ക് പറഞ്ഞാൽ വലിയ ജോലിയൊന്നും വേണം ഉണ്ടായിരുന്നില്ല. 10 എങ്ങനെയെങ്കിലും പാസ്സാക്കി എടുക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കാര്യത്തില്. 10 പാസ്സാക്കി എടുക്കാൻ ഒരു സാമാന്യ വിവരം ഉണ്ടാവണം, എന്തെങ്കിലും ചെയ്യാനുള്ള, എന്റെ പേരെങ്കിലും എഴുതാൻ അറിയണം എനിക്ക്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഉമ്മ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ പഠിപ്പിച്ച് 5ാം ക്ലാസ് വരെ എത്തി. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ സ്കൂള് മാറണം. അപ്പൊ അതുവരെയൊന്നും ഞാൻ വലുതായിട്ടൊന്നും പഠിക്കില്ല കേട്ടോ. എന്താ ഒരു ബിലോ ആവറേജ് ആയിരുന്നു, കുറെ വിഷയത്തിനൊക്കെ പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത ഘട്ടം, അടുത്ത 5ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂള് മാറണം. ഇതേ അവസ്ഥ, എവിടെയും എടുക്കില്ല, ഒരു സ്കൂളിലും എടുക്കത്തില്ല. അവസാനം എന്റെ ഇത്താത്ത പഠിച്ചത് അവിടുത്തെ ആ ഏരിയയിലെ ഏറ്റവും നല്ല സ്കൂളിലാണ്, ഫാറ്റിമ സ്കൂളില്, കോൺവെന്റ് സ്കൂളും, ഗേൾസ് മാത്രം പഠിക്കുന്ന കോൺവെന്റ് സ്കൂളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ അവിടെ ചേർത്താൽ അവളുടെ ഒരു നോട്ടം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അവിടുത്തെ HM പറഞ്ഞു, ഇങ്ങനെയുള്ള കുട്ടികളൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ പാരന്റ്സ് ഒക്കെ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ റെപ്യൂട്ടേഷന് മോശമാണ്, പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മ അവിടെ നിന്ന് കരഞ്ഞു. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് വിഷമമായിട്ട് ഞാൻ പറഞ്ഞു, എവിടെ ആയാലും മതി ഉമ്മി, ഞാൻ പഠിച്ചോളാം, ഏത് സ്കൂളായാലും കുഴപ്പമില്ല, വലിയ സ്കൂളൊന്നും വേണ്ട, എവിടെ ആയാലും ഞാൻ പഠിച്ചോളാം പറഞ്ഞു. അങ്ങനെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബ്രാഹ്മൺ സ്കൂളിൽ എന്നെ ചേർക്കുന്നേ. അവരെന്നെ എടുത്തു പഠിക്കാൻ വേണ്ടി. അപ്പൊ അതൊരു മിക്സഡ് സ്കൂളാണ് കേട്ടോ. മിക്സഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, എന്താ പറയാ, ഹറാമ്പറപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങേയറ്റം ഹറാമ്പറപ്പാണ്. ഈ ഓട്ടം ചാട്ടം അത് കണ്ടപ്പോ എന്റെ ഉമ്മാക്ക് ഉള്ളിൽ അങ്ങ് പോയി. വെച്ചാല് ഒന്ന് തട്ടിയാൽ മതി, ഞാനങ്ങ് ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ടയല്ലേ ഞാൻ. അപ്പൊ ഇത് എന്ത് ചെയ്യും പടച്ചോനെ ഓർത്ത് തലയെ കൈ വെച്ച് നിൽക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, പഠിക്കാം, നോക്കാം, ഒന്നും പറ്റില്ല, ദുആ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടും കൽപ്പിച്ചങ്ങ് ചേർന്നു. എന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ആ ഒരു സ്കൂളിൽ പഠിച്ചതെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആൺപിള്ളേരാണ്. എനിക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉള്ളത് ആൺ സുഹൃത്തുക്കളാണ്. എന്നെ അത്രയും കെയർ ചെയ്യും അവര്. ഈ പെൺപിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത് കൂട്ടുകൂടാൻ അവർക്കൊരു പേടിയായിരുന്നു, എന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള പേടിയാണ്. പക്ഷെ ആൺപിള്ളേരതല്ല, ബി എവിടെ, വാ പോവാ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കൊണ്ടുപോകും, എനിക്ക് ചായ മേടിച്ചു തരും, എല്ലായിടും എന്നെ കയ്യും പിടിച്ച് കൊണ്ടുപോകും. ഈ ആൺപിള്ളേരെന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. അപ്പോ പുറത്തൊക്കെ പോകും, കലോത്സവത്തിനൊക്കെ എന്നെ എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കും. അപ്പൊ ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ, കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, സീന. അപ്പോ പാട്ടൊക്കെ നന്നായിട്ട് പാടും. അപ്പൊ എല്ലാ ഐറ്റത്തിനും എന്നെ പങ്കെടുപ്പിക്കും. എന്താ പറയാ, ഫുൾ അലമ്പായിരുന്നു. അലമ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നിട്ട്, ഇഷ്ടം പോലെ. അപ്പൊ എന്റെ ഉമ്മി എന്ന് പറഞ്ഞാല് അന്നത്തെ ഈ പരിമിതികളൊന്നും കാര്യമാക്കാതെ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഈ പള്ളുരുത്തിയിലാണ് പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. ഈ ഒരുപാട് ദൂരെയാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. എന്റെ ഒരു ഷെൽഫ് ഫുള്ള് എന്റെ മൊമെന്റോ, ട്രോഫി, എന്റെ കപ്പ് ഒക്കെയാണ് ഇങ്ങനെ ഓരോ ഐറ്റത്തിൽ പങ്കെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് എന്തോ ഒരു പരിപാടിക്ക് എനിക്ക് മൊമെന്റോ തന്നത് എന്നെ റിജക്ട് ചെയ്ത ആ പ്രിൻസിപ്പളാ. ആ 5ാം ക്ലാസ്സിൽ വെച്ച് എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ ആ പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് ഞാൻ മേടിച്ച് ആ ടീച്ചർ എന്നെ കണ്ടപ്പോ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാണ് പോയത്. എനിക്ക് അവരോട് ഒരു പരാതിയും തോന്നിയില്ല. ഞാൻ ചിരിച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോന്നു. ആ മൊമെന്റോ ഞാൻ എന്റെ ഉമ്മയുടെ കയ്യിൽ അങ്ങ് കൊടുത്തു. ഇങ്ങനെ മാസല്ലേ, കേൾക്കുന്നുണ്ടോ? അതല്ലേ മാസ്, റിയൽ മാസ്. ശരിക്കും അതാണ് അവിടെ നമ്മൾ ജയിക്കുക. അതാണ് മാസ്. അപ്പോ എല്ലാ പരിപാടിക്കും ഞാൻ ഉമ്മാനെ കൊണ്ടുപോകും. അങ്ങനെ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ലൈഫ് അങ്ങ് പോകും. അങ്ങനെ 8ാം ക്ലാസ് ആയപ്പോ തൊട്ട് എന്റെ ഉമ്മി ഉച്ചയ്ക്ക് മാത്രം വരാൻ തുടങ്ങി. ടീച്ചർ പറഞ്ഞു ഇനിയിപ്പോ അവള് ഇച്ചിരി, ഞാൻ മെച്ചപ്പെട്ടു കേട്ടോ, ഹെൽത്തി ആയി, കുറച്ച് നടക്കാനും ഇച്ചിരി
ഇതാക്കാനൊക്കെ ഓടാനും ഒക്കെ ഞാൻ തുടങ്ങി. കൈയും കാലും ഒക്കെ മെച്ചപ്പെട്ടു. അങ്ങനെ ആ ഒരു മെഡിസിന്റെ ബലത്തിൽ അങ്ങനെ ഞാൻ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു. അങ്ങനെ ഞാൻ ടീച്ചർ പറഞ്ഞു ഇനിയിപ്പോ ഉച്ചയ്ക്ക് മാത്രം വന്നാൽ മതി, നിങ്ങൾ വീട്ടിൽ പോയി പണിയൊക്കെ എടുത്തു. അപ്പൊ ആ സമയത്ത് ഉമ്മയും വാപ്പച്ചി ഒന്ന് മെച്ചപ്പെട്ടൊക്കെ വന്നു. ഫൈനാൻഷ്യലി ബിസിനസ് ഒക്കെ ചെയ്തൊന്ന് ഉയർന്നു വന്നു. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. ഉമ്മി ഇങ്ങനെ അതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഒരു വീടുണ്ടാക്കി സ്വന്തമായിട്ട്. അപ്പോ എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞാല് എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ വളർത്തിയത്. എവിടെയെങ്കിലും ഒരു ലോണിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ക്യാഷ് പാസ്സാക്കാനുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളെയും കൂട്ടിയേ കൊണ്ടുപോകുള്ളൂ. കാരണം ഉമ്മി പറയും നിങ്ങളും അറിയണം എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങളും ചെയ്യണം. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് വളർത്തരുത്. എല്ലാ ബുദ്ധിമുട്ടുകളും അറിയിച്ചിട്ട് വളർത്തണം. എന്റെ ഉമ്മ എപ്പോഴും പറയും ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളതാണ്, വയസ്സാവുമ്പോ എന്നെ ഇങ്ങനെ നോക്കണം. പറയണം അത്, എന്നാലേ അവര് മനസ്സിലാക്കുള്ളൂ. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി, ഉമ്മി കുറച്ച് സ്വർണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ പോകുമ്പോഴാണ് പിന്നെ 10ാം ക്ലാസ് വരെ ഞാൻ അധികം പഠിക്കത്തില്ല. മാത്സിനൊക്കെ നല്ല രീതിക്ക് 8 നില പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി എന്റെ കുറുമ്പ് വാശി, ആരും അടിക്കുകയും പിടിക്കുകയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ വാശി കുറുമ്പ് അതൊക്കെയാണ് വീട്ടില്. അങ്ങനെ +1 ആയപ്പോഴത്തേക്കും അത്യാവശ്യം എത്ര 4 A+ഉം പിന്നെ 8 Aയും പിന്നെ ഒരു B+ ഒക്കെ ആയിരുന്നു. എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല +1. അപ്പൊ എന്റെ മുമ്പിൽ ആകെ കിട്ടിയ ഒരു ചോദ്യം ആണ് എന്താവും, എന്ത് പഠിക്കും ഞാൻ, 10ാം ക്ലാസ് പാസ്സായി, ഇനിയിപ്പോ എന്ത് ചെയ്യും. കാരണം തന്നെ എനിക്ക് ആകെ അറിയാവുന്ന ജോലി ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇത് 3 എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എണ്ണു ഏത് ജോലി ഞാൻ സെലക്ട് ചെയ്യും, എനിക്ക് എന്താണ് താല്പര്യം എന്ന് എനിക്കറിയില്ല. വീട്ടുകാരെന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾ എടുക്കുക. കാരണം തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിവാഹം, ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് വേണം ചെയ്യാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർക്ക്. അപ്പൊ ഞാനും ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരിക്കുക. സോഷ്യലിന് ഞാൻ പൊട്ടി. സോഷ്യലിന് എനിക്ക് മാർക്കില്ല. കാരണം എനിക്ക് ഡേറ്റ് ഒന്നും ഓർത്തിരിക്കില്ല ഞാൻ. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ വന്നാൽ ഞാൻ മറന്നു പോകും. എന്നിട്ട് അവരുടെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. അപ്പൊ അതൊന്നും ഞാൻ സോഷ്യൽ വിട്ടു. പിന്നെ അപ്പൊ ഹ്യൂമാനിറ്റീസ് ഇല്ല. പിന്നെ ഉള്ളത് സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്ക് ഓക്കെ, പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി വരുമ്പോ അവിടെയും പോയി. ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പിന്നെ സയൻസ് പോയി. ഡോക്ടർ ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും പഠിക്കാൻ നമുക്കൊരു കഴിവ് വേണ്ടേ, അതും പോയി. പിന്നെ ഉള്ളതാണ് കൊമേഴ്സ്. ശരി, കൊമേഴ്സ് എങ്കിൽ കൊമേഴ്സ്, ഒരു കുന്തം അറിയില്ല എന്താണ് കൊമേഴ്സ് ഏതാണ് കൊമേഴ്സ് ഒന്നും അറിയില്ല. എന്നാ പിന്നെ അത് തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്തപ്പോ ആ സമയത്ത് എന്റെ ഉമ്മ ഒരു വാക്ക് പറഞ്ഞു, അത് എന്റെ മനസ്സിൽ അങ്ങ് നന്നായിട്ട് അങ്ങ് കൊണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തില് നീ എന്തെങ്കിലും അച്ചീവ് ചെയ്താല് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബാധ്യത. നിനക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ഓടി നടന്ന് ജോലി എടുക്കാനോ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അടുക്കളപ്പണി എടുക്കാനോ ഉള്ള ഒരു ഇത് നിനക്കില്ല. വെള്ളത്തിൽ കിടന്ന് ഓടി കിടന്ന് പണിയെടുക്കാനുള്ള ഒരു ഇത് നിനക്കില്ല. നാളെ ഒരുത്തന്റെ വീട്ടിൽ കെട്ടിച്ചു വിട്ടാല് അവർക്ക് അതൊക്കെ ചിലപ്പോ ഒരു ബാധ്യതയാകും. അപ്പൊ അന്നേരം നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ സ്വന്തമായിട്ടൊരു ജോലി നിനക്ക് ഉണ്ടാവണം എന്നൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ശരി, മനസ്സിലായി, കാര്യം ഒന്ന് മനസ്സിലായി. കൂടുതൽ പറയാനൊന്നും ഇരുന്നില്ല, കാര്യം മനസ്സിലായി. അതുകൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു വാക്ക്. അതാണ് നമ്മൾ എത്ര ഒരുപാട് തല്ലുന്നതിനെക്കാട്ടിയും ഫലം ചെയ്യും നല്ല ഒരു വാക്ക്, നമ്മുടെ ഹാർട്ടിൽ അങ്ങ് കേറും. അപ്പൊ അന്നേരം ക്ലാസ്സിൽ ചെന്നപ്പോ, ആദ്യമായിട്ട് +1 ചെന്നപ്പോ ഞാൻ ടീച്ചറിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് 10ാം ക്ലാസ്സിൽ 4 A+ ഉള്ളൂ. +1 ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ, +2 കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ എനിക്ക് ഫുൾ A+ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മിസ് പറഞ്ഞു ശരി, ഫുൾ A+ കിട്ടാം, നീ നീ പഠിക്കി, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ +1 തുടങ്ങി. +1 തുടങ്ങി നല്ല രീതിക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്, എന്റെ വീടിന്റെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂള്. നന്നായിട്ട് തന്നെ എന്റെ എൻജോയ്മെന്റും കാര്യങ്ങളും ഒരു വശത്തു കൂടെ നടക്കും, മറ്റേ വശത്തു കൂടെ ഞാൻ പഠിക്കും. എനിക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിച്ച് ഒരുവിധമായി. +2 എക്സാമിന്റെ ഒക്കെ ആ ഒരു സമയത്താണ് വേറെ ഒരു പ്രശ്നം. എന്റെ വാപ്പ സുഖമില്ലാണ്ടാവാണ്. ഡബ്ബ അബ്ബാക്ക് എന്ന് പറഞ്ഞാല് മെന്റലി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. കുടുംബത്തെ ആകെയുള്ള ഒരു വരുമാനമായിരുന്നു. അപ്പോ വാപ്പ ഭയങ്കര മെന്റലി ഡൗൺ ആയി. എപ്പോഴും ഒരു സൂയിസൈഡ് ചെയ്യണം ആ ഒരു ചിന്ത. അപ്പോ കല്യാണപ്രായമായിട്ടുള്ള താത്ത നിൽക്കുന്നുണ്ട്. വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ, മക്കളില്ല, ഞാനൊരാള്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഉമ്മാക്ക് 10th ആയതുകൊണ്ട് ഉമ്മയ്ക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ലല്ലോ. അപ്പൊ കുടുംബത്തിൽ ഒരു താളം തെറ്റിക്കഴിഞ്ഞപ്പോ അതും
പിന്നെ ഒരു പ്രശ്നമായി. ഞാൻ നല്ല ആ ഒരു +2 പാസ്സാവേണ്ട സമയമാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ ആ സമയത്താണ് വാപ്പാക്ക് ഇങ്ങനെ അസുഖം വരുന്നത്. അങ്ങനെ ബിസിനസ് എല്ലാം വിട്ട് കളഞ്ഞു. ഈ കട കടയൊക്കെ ഉണ്ടായിരുന്നു, 2 കട സ്വന്തമായിട്ടുണ്ടായിരുന്നു, അത് വിട്ട് കളഞ്ഞു. ഫർണിച്ചറും ടൂൾസും എല്ലാം വിറ്റ് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ കടം വരുത്തിയില്ല. ഉള്ള വീട് പിന്നെ ഉള്ള അസറ്റ്സ്, കുറച്ച് അസറ്റ്സ് ഒക്കെ ഉമ്മ അങ്ങനെ വെച്ചു. ഈ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സഹായിച്ച് അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ 5 വർഷം ഇതുപോലത്തെ ഈ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്തു പോയത്. 5 വർഷം ഇങ്ങനെ ജോലിയില്ലാതെ. അപ്പൊ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ ഞങ്ങൾ തരണം ചെയ്ത്, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഞങ്ങൾ തരണം ചെയ്ത്, കടമൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. അപ്പോ ഉമ്മ അതൊക്കെ പിടിച്ച് ഉണ്ടാക്കി. വാപ്പാന്റെ ആ ഒരു ഞങ്ങൾ 2 പെൺപിള്ളേരും ഉമ്മയും ഒരു തമാശയൊക്കെ പറഞ്ഞ് വാപ്പാനെ ഒരു പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ റിക്കവർ ആക്കി എടുത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ +2 പാസ്സായി, സ്കൂൾ ടോപ്പർ ആയിരുന്നു. അങ്ങനെ പിന്നെ അടുത്തത് എന്റെ ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാല് കോളേജ് അടുത്ത് കിട്ടണം, പിന്നെ പൈസ. എന്റെ ഒരു കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ 10 പൈസ ചെലവാക്കി പഠിക്കരുതെന്നുണ്ടായിരുന്നു. പിശുക്കൊന്നുമല്ല കേട്ടോ. എന്ന് വെച്ചാല് പഠിപ്പിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്ന ഓരോ പിള്ളേർ ഒരുപാട് പൈസ ചെലവാക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇതുവരെ ലൈഫിൽ ഇത്രയും നാള് പഠിച്ചതിൽ എനിക്ക് 10 പൈസ ചെലവായിട്ടില്ല. ഈ ഒരു പൊസിഷനിൽ എത്തുന്നവരെ 10 പൈസ ചെലവായിട്ടില്ല. ട്യൂഷനോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. അപ്പോ ഡിഗ്രി പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോളേജുകളിൽ വെച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയ കോളേജാണ് മഹാരാജാസ്. വാവ്. അങ്ങനെ മഹാരാജാസ്. അപ്പൊ എന്റെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ വാപ്പാടെ ഫാമിലി ഫുൾ SFI ആ. SFI എന്ന് പറഞ്ഞാൽ LDF. അപ്പോ മഹാരാജാസ് കിട്ടി, മതി അവിടെ പോയാൽ മതി, അവിടെ പഠിച്ചാൽ മതി, രണ്ടാമതൊരു ഇതില്ല. അങ്ങനെ ശരി ആയിക്കോട്ടെ, മഹാരാജാസ് എങ്കിൽ മഹാരാജാസ്, അവിടെ പോയി. അപ്പോ ആ ഒരു പേടി എന്ന് പറഞ്ഞാൽ മഹാരാജാസ് എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞാൽ ഫുള്ള് വെട്ടും കുത്തും താത്തി പോകണം. അള്ളാ എന്ത് ചെയ്യും, കൊച്ചെങ്ങാനും അവിടെ പോയി വല്ല അടിയും പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഓടാനും പറ്റൂല, ചാടാനും പറ്റൂല, എന്തോ ചെയ്യും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോ അതിന്റെ ഒരു ടെൻഷൻ വേറൊരു സൈഡിൽ. അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, പോയി നോക്കാം. അങ്ങനെ അതും പോയി BCom എടുത്ത് അങ്ങനെ ആ ഒരു പഠിപ്പിലേക്ക് പോവാണ്. ഡിഗ്രി കാലഘട്ടം അറിയാമല്ലോ. അപ്പോ എന്താ പറയാ, ഒരു കൗമാരപ്രായം, പിന്നെ അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ള മൈൻഡ് ഒക്കെ വന്നു. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും എൻജോയ്മെന്റും കാര്യമൊക്കെ അവിടെ ഓക്കെ, പക്ഷെ പഠിപ്പിന്റെ രീതിയിൽ പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എന്റെ ഉള്ളില്. അങ്ങനെ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോ മഹാരാജാസിൽ എന്ന് പറഞ്ഞാൽ ആകെ BCom ആകെ 24 സീറ്റേ ഉള്ളൂ, വളരെ ലിമിറ്റഡാ. നല്ല ടോപ്പേഴ്സ് മാത്രം വരുന്ന ഒരു ഇത്. അപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളായിരുന്നു. കൊച്ചിന്ന് ഞാനും, എന്റെ വീട് കൊച്ചിയാണ് കേട്ടോ, കൊച്ചി മട്ടാഞ്ചേരി. നിങ്ങൾ ജ്യൂസ് സ്ട്രീറ്റിലൊക്കെ വരികയാണെങ്കിൽ ഇൻഷാ അള്ളാ വരി. അപ്പോ എന്താണ് ഇതുകൂട്ട് തന്നെ കൊച്ചിന്ന് ഞാനും പിന്നെ വേറൊരു കുട്ടി, പിന്നെ ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ആൾക്കാർ. മലപ്പുറത്തു നിന്നാണ് ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ കോളേജിൽ ഒരു 60% മലപ്പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഒരുപാടുണ്ട്. പിന്നെ കാസർഗോഡ്, കണ്ണൂര്, ലക്ഷദ്വീപ്, ചെന്നൈ, അവിടെ നിന്നൊക്കെയാണ് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഓരോ പിള്ളേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്. പിന്നെ അങ്ങ് അടിച്ചുപൊളിയുടെ ലൈഫ്. അടിച്ചുപൊളി എന്ന് പറഞ്ഞാല് ഇടക്ക് ക്ലാസ് കട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ കുരുത്തക്കേട്, എന്താ പറയാ, ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാം. അപ്പൊ ആ സമയത്തൊന്നും എന്റെ ഉമ്മ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ ചെയ്യാം, കോളേജിലെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അപ്പൊ ഈ എന്റെ വീട് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് 20 മിനിറ്റ് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ വീടെത്തും. പക്ഷെ എന്നാലും എന്റെ കാര്യങ്ങൾ ഉമ്മ ഇടക്ക് വന്ന് അന്വേഷിക്കും. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞാൻ ചിലപ്പോൾ ഫുഡും കഴിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കട്ട് ചെയ്ത് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഉമ്മ ഫ്രണ്ടിൽ വരിക. എന്നിട്ട് നേരെ HODന്റെ അടുത്ത് പോയി പറയും, എങ്ങനെ ഉണ്ടാവുള്ളൂ, ഓക്കെ ആണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ മിസ്സുമാരുടെ നോട്ടപ്പുള്ളിയാ. എപ്പോഴും ടീച്ചർ വന്നിട്ട് ഇങ്ങനെ നോക്കും അവളുണ്ടോ, എന്നിട്ട് എപ്പോഴും പിടിക്കില്ല പരിപാടി. ഞാൻ എപ്പോ സിനിമയ്ക്ക് പോയാലും മിസ്സിനെ പിടിക്കും. ബോയ്സിന്റെ കൂടെ അല്ല കേട്ടോ, ഗേൾസിന്റെ കൂടെയാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോ അങ്ങനെ ഓരോ കറങ്ങാനും ഇതിനൊക്കെ പോകുമ്പോ ഇവരുടെ നോട്ടപ്പുള്ളി ആയതുകൊണ്ട് എന്നെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും. പക്ഷെ എന്നെ ചീത്ത പറയത്തില്ല, കാരണം ഞാൻ പഠിക്കുകയും ചെയ്യും, പിന്നെ ടീച്ചേഴ്സിനോട് കമ്പനി ആയതുകൊണ്ട് ചീത്തയൊന്നും പറയത്തില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ വന്ന് ഇടക്ക് അന്വേഷിക്കും. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഓപ്പൺ ആണ്. വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ പോയി പറയും, ഉമ്മ അത് കേൾക്കും. വീട്ടിൽ വാപ്പയും അതെ, ഉമ്മയും വാപ്പയും ഞങ്ങളുടെ ഒരു ഫാമിലി ഒരു ടൈമുണ്ട് ഞങ്ങൾക്ക്.
ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്നുവെച്ചാൽ എന്തും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തായിക്കോട്ടെ പറയാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് തരും. എന്നിട്ട് അവസാനം ഒരു ഇതാണ് ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കത്തില്ല, ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നടക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ അങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബികോം. പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്നത് ജോലിയുടെ കാര്യത്തിലാണ്. കാരണം ബികോം ലാസ്റ്റ് ഇയർ ആകുമ്പോ തന്നെ വരും, ഇന്ന കോഴ്സ് എടുക്ക്, ഇന്ന കോഴ്സ് എടുക്ക്, ഇന്നത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അബ്രോഡ് പോകും, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുക്ക്, നിങ്ങൾക്ക് ഇന്ന ജോലി കിട്ടുന്നതിന് ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത കോഴ്സ് ഇല്ല. അപ്പൊ എനിക്കാണെങ്കിൽ ആകെ അവിയല് പരുവായി, ഞാൻ എന്ത് ചെയ്യും, എന്തെടുക്കും? എനിക്കാണെങ്കിൽ ഒരു ജോലി വേണം, ജോലി വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് എന്റെ വീട്ടിലുള്ളവർക്കും അതെ, എല്ലാവർക്കും അതെ, ജോലി വേണം. അപ്പൊ എന്ത് ചെയ്യും? പക്ഷേ അങ്ങനെ ഒരു, എനിക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് എനിക്ക് അപ്പോഴും അറിയില്ല. എന്തിനോടാണ് എനിക്ക് താല്പര്യം എന്ന് എനിക്ക് അപ്പോഴും അറിയില്ല. അപ്പൊ ഒരുപാട് കോഴ്സ് ഉണ്ട്, എന്ത് ചെയ്യും? എല്ലാത്തിനും ആണെങ്കിൽ ഭയങ്കര പൈസ. അപ്പൊ ബികോം അങ്ങനെ പാസ്സായി. ബികോം പാസ്സായപ്പോ അതിൽ റാങ്ക് ഉണ്ടായിരുന്നു, അങ്ങനെ നിൽക്കാണ്. പിന്നെ എംകോം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, എന്റെ ഫ്രണ്ട്സ്, എന്റെ അത്രയും കട്ട ചങ്ക് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ വഴിക്ക് പോയി. ഒരാള് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോയി, ഒരു ലക്ഷം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാവും. പിന്നെ ഒരാള് CA പഠിക്കാൻ പോയി. അപ്പൊ എന്റെ ഇതിലെന്ന് പറഞ്ഞാൽ പൈസ ചെലവാക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ എന്തോ ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, മഹാരാജാസിൽ തന്നെ എംകോം പഠിക്ക്, എംകോം എടുക്കുക, അവിടെ ആകുമ്പോൾ 10 പൈസ ചെലവില്ല. അങ്ങനെ ഞാനും വിചാരിച്ചു എംകോം പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ ഡിസിഷൻ എടുത്തിരിക്കുന്ന ആ ഒരു വെക്കേഷൻ സമയം ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒരുപാട് ഇങ്ങനെ ഫിലിംസ് കാണുമായിരുന്നു. ഇങ്ങനെ പടം കണ്ട് കണ്ട് ഒരുപാട് സൈക്കോ ഫിലിം ഒക്കെ കണ്ട് അവസാനം ഉമ്മി പറഞ്ഞു, മോള് ഇനി വീട്ടിലിരിക്കണ്ട, മോള് ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഇനി ഇരുന്ന മോള് വല്ല സൈക്കോ ആയി പോവും, അതുകൊണ്ട് എവിടെയെങ്കിലും ഇന്റേൺഷിപ്പിന് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മാമ എന്നെ ഇന്റേൺഷിപ്പിനാക്കിയപ്പോ ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലന്റെ നേരെ മുമ്പിൽ ക്യാമറ. അപ്പൊ അത് 24 മണിക്കൂർ നിരീക്ഷിക്കും. ഫോൺ എടുത്താൽ അപ്പൊ വെളിവരും, ഫോണിൽ കളിച്ചിരിക്കുകയാണോ ജോലി. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പോ എനിക്ക് മനസ്സിലായി, എനിക്കാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അത്രയും വലിയ ഇറിറ്റേഷനാണ്. മിണ്ടാതിരുന്ന് ജോലി ചെയ്യുക, സിസ്റ്റത്തിന്റെ മുമ്പിൽ 24 മണിക്കൂർ ഇരിക്കുക, ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്തെടുക്കും? അപ്പോ ഞാൻ ഈ സെമിനാർ ഒക്കെ എടുക്കുമായിരുന്നു ക്ലാസ്സിൽ. ടീച്ചേഴ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എന്നോട് പറയും എടുക്കുവോ. അപ്പൊ ഞാൻ പറയാം എടുക്കാം. അപ്പൊ എന്റെ ടീച്ചറാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്, ഈ ടീച്ചർ ആയാ മതി. അപ്പൊ പിന്നെ ഞാനും ഓർത്തു, അത് കൊള്ളാം, നല്ല പരിപാടിയാ, എല്ലാവരോടും സംസാരിച്ച് ഇതുപോലെ ഇന്ററാക്ട് ഒക്കെ ചെയ്തിട്ട് പറ്റുന്ന പരിപാടിയാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ ടീച്ചിങ്ങിലേക്കുള്ള ആ ഒരു ഫീൽഡിലേക്ക് തിരിയുന്നത് ആ ഒരു മൊമെന്റിലാണ്. അപ്പോഴാണ് എന്റെ താല്പര്യം എന്താണ്, എനിക്ക് എന്തായാലും എനിക്ക് ഏതൊരു ഫീൽഡിൽ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോ അങ്ങനെ ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്തൊക്കെ ചെയ്യണം ഇതിന്, എന്ത് പഠിക്കണം ഞാൻ. അപ്പൊ മിസ് പറഞ്ഞു, നീ എംകോം കഴിഞ്ഞ് നെറ്റ് എഴുതിയെടുക്കണം. അങ്ങനെ ഞാൻ നെറ്റിന് രജിസ്റ്റർ ചെയ്തു. അപ്പൊ മിസ് എനിക്ക് ഇങ്ങനെ കുസാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂണിവേഴ്സിറ്റി അല്ല, കുസാറ്റിൽ ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്, ഒരു 75 അവേഴ്സിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്, ഫ്രീ ആണ്, നീ അത് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ്. അങ്ങനെ ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ അങ്ങനെ കുസാറ്റിൽ പോയി. അപ്പൊ അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, ഈ നെറ്റിന്റെ ലെവലിൽ തന്നെ എഴുതുന്ന എൻട്രൻസ് എക്സാം. അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് അതിൽ ഞാൻ പാസ്സായി. അങ്ങനെ ആ ഒരു കോഴ്സ് ഞാൻ 75 മണിക്കൂറിന്റെ അറ്റൻഡ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി, എങ്ങനെയാണ് നെറ്റ് എക്സാം എഴുതുന്നതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അതിന് അപ്പിയർ ചെയ്തു. അപ്പോ ഞാൻ നോക്കുമ്പോ നെറ്റ് എക്സാമിന് ഹോളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും തകർത്ത് പഠിക്കുക. നോക്കുമ്പോ അവിടെ എന്ന് പറഞ്ഞാല് ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആള് അവിടെ നെറ്റ് എഴുതാൻ വന്നതില്. ഞാൻ നോക്കിയപ്പോ അവിടെ ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, പ്രായമായ സ്ത്രീകള്, കുട്ടികളെയൊക്കെ വെച്ചിട്ട് വന്നവര്. അപ്പൊ ഞാൻ മാത്രം അവിടെ ആടിപ്പാടി കളിച്ചിരിച്ച് കയ്യിലൊരൊറ്റ ബുക്ക് ഇല്ലാണ്ട് ഉമ്മാടെ കൂടെ എന്തോ ലക്ഷപ്പിന് പോയ പോലെയാ ഞാൻ പോയത്. ഞാൻ ഉമ്മാനെയും കൊണ്ടുപോയി അവിടുത്തെ ചുറ്റുപാടൊക്കെ കാണിക്കുന്നു. സെന്റർ മൂവാറ്റുപുഴയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ ഉമ്മാട്ട് പറയും, ദൈവമേ അവിടെ നോക്ക് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ ആടിപ്പാടി ഞാൻ നടക്കുക. ഞാൻ നോക്കുമ്പോ അവിടെ ചൂട് പിടിച്ച പഠിത്തം. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തു. അപ്പോ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ഈ കളിയൊക്കെ കണ്ടിട്ട് അവിടുത്തെ എഴുതാൻ വന്ന ചേച്ചിമാരൊക്കെ ചോദിച്ചു, ആദ്യമായിട്ടാണല്ലേ? ഞാൻ പറഞ്ഞ
ആ ശീലമായിക്കോളും. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതി ഇതായിട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ. അപ്പൊ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ നിർബന്ധിക്കില്ല, പ്രഷർ തരില്ല. ഞാനിപ്പോ ഒരു 2 ദിവസം ഒരു എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന കണ്ട ഉമ്മ വന്നിട്ട് പറയും നീ അത് അടച്ചു വെച്ചേ, ഇപ്പൊ പഠിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അങ്ങനെ പറയുന്ന ഒരു ഇതാണ്. നിർബന്ധിക്കില്ല, കാര്യം പറഞ്ഞു തരും. പഠിച്ചാൽ ഇന്നതായാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇരുന്ന് ഒരുപാട് ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുന്ന കണ്ടാല് ഞങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. അപ്പോ അങ്ങനെ ഒരു ഇതിലങ്ങ് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ എം.കോം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ നെറ്റ് പാസ്സായി. നെറ്റ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിൽ പാസ്സായി. അങ്ങനെ പിന്നെ എം.കോം സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എന്താ പറയാ, ഈ ജനുവരി ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് എന്റെ ഒരു ഫാമിലി മെമ്പർ, എന്റെ ഒരു റിലേറ്റീവ് ആണ് പറയുന്നത്, മാൾഡീവ്സിൽ ഇങ്ങനെ ഒരു ഓഫർ, ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഓക്കെ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോളുമല്ലോ. ഞാൻ അങ്ങനെയാ, എല്ലാത്തിനും ഭയങ്കര കൗതുകം ലേശം കൂടുതലാ. എല്ലാ കാര്യത്തിലും പോയി തലയിടുകയും ചെയ്യും. പക്ഷെ ഒരു ലക്ക് ഫാക്ടർ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിലും അത് കയറി കിട്ടുകയും ചെയ്യും. അപ്പോ എല്ലാം എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കത്തുള്ളൂ എന്നെ കൊണ്ട് അത് പറ്റുമായിരുന്നോ, ഞാൻ എന്ത് കണ്ടിട്ടാ ഇതൊക്കെ കയറി ചെയ്തേന്ന് ഞാൻ ആലോചിക്കും ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോ ഞാന് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ, വേങ്ങരയിൽ വെച്ചിട്ട്. അപ്പോ ആദ്യം ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു, രണ്ടാമത്തേത് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂല് വേങ്ങരയിൽ വെച്ചിട്ട് മാസ് ഹോളിഡേയ്സിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അവര് ഇന്റർവ്യൂ നടത്തി. അങ്ങനെ ഇന്റർവ്യൂല് ഓരോരുത്തരെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ കയറ്റി. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഒരു ആദ്യമായിട്ടുള്ള അനുഭവമില്ല, ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ അവര് ആദ്യം എന്നോട് പറഞ്ഞു, ആദ്യം അവർക്ക് നമ്മുടെ പ്രൊഫൈലൊന്നും ആവശ്യമില്ല, അവര് നമ്മളൊരു ഡയറക്റ്റ് സബ്ജക്റ്റിന്റെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സബ്ജക്റ്റിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ ബാക്കിലായിട്ട് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാവും, ബ്ലാക്ക് ബോർഡ് അല്ല വൈറ്റ് ബോർഡ്, സോറി. അപ്പൊ അവിടെ ഒരു ടോപ്പിക് തന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയും. അപ്പൊ നമുക്ക് പിന്നെ നാക്ക് നല്ല കൂടുതലായതുകൊണ്ട് ആ ഒരു എനർജിയിൽ അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ അതങ്ങ് പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ വേറെ ഓഫ്ലൈൻ ആയിട്ട്, അതായത് മോൾഡീവ്സിലെ മിനിസ്ട്രിയിലെ ആൾക്കാർ നേരിട്ട് ഇവിടെ വിസിറ്റ് ചെയ്ത് നമ്മളെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഏജൻസിയിൽ നിന്ന് തന്നെ 170 പേരൊക്കെ ഉണ്ട് ഈ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 2-3 ഏജൻസി. ഞാൻ നോക്കുമ്പോൾ ഞാൻ രാവിലെ പോയിട്ട് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞത് 10 മണിക്കാ രാത്രി. ഞാൻ ഒറ്റയ്ക്കാ പോയത്. അന്നേരം ഇത്താത്തയുടെ വാവയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉമ്മി വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഓഫ്ലൈൻ ആയിരുന്നു. ഇതുപോലെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു, ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ അതും കഴിഞ്ഞ് നല്ല രീതിയിൽ കഴിഞ്ഞ് വീട്ടിൽ രാത്രി കയറി വന്ന് അങ്ങനെ പിന്നെ ഞാനത് വിട്ടു. ആ കാര്യം ഞാൻ വിട്ടേ പോയി. അങ്ങനെ പിന്നെ എന്റെ എം.കോമിന്റെ പരീക്ഷ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. എം.കോമിന്റെ പരീക്ഷ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് അറിയുന്നത് ഇവിടെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ടെൻഷനായി. എന്ന് വെച്ചാല് എന്നെ അതുപോലെ ഒരു കോഴിക്കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒറ്റയ്ക്കൊരു വേറൊരു കൺട്രിയിലോട്ട് വിടുക എന്നൊക്കെ പറഞ്ഞാൽ, കാരണം ആ സമയത്തും എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, ഹെൽത്തി ആണ്, ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ പോലെ എന്താ പറയാ ഒരു ഇതല്ല. പെട്ടെന്ന് ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലുകൾ ഫ്രാക്ചർ ആവും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും ഒരു പേടി അറിയാമല്ലോ. വീട്ടിലാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ വീട്ടിലാണെങ്കിൽ ഞാനൊരു ചായ പോലും ഇടത്തില്ല, ചായ ഇടും പിന്നെ വേറൊന്നും ഇടത്തില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തോ കാണിക്കും, ഫുഡ് ഞാൻ പട്ടിണിയാവും എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് എന്തോ ഒരു ഇതിന് ഞാൻ അങ്ങ് ട്രൈ ചെയ്തു. അങ്ങനെ പിന്നെ 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ എന്റെ വിസ വന്നു, ഓഫർ ലെറ്റർ വന്നു, ബാഗ് പാക്ക് ചെയ്യുക. അപ്പോ എന്റെ കിളി ഫുള്ള് പോയി, ഉമ്മയുടെ കിളിയും ഫുള്ള് പോയി. എന്ന് വെച്ചാൽ രാത്രി ഒന്നും ഉറക്കമില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഞാനിരുന്ന് പടം കാണുന്നു, ഉമ്മ ആ സമയത്ത് എഴുന്നേറ്റിരിക്കുന്നു. ടെൻഷനാ, കാരണം പോയാൽ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ നടക്കുവാണ്. അങ്ങനെ തലേ ദിവസമായി വീട്ടില് ഫുള്ള് ആ ഒരു പേടി, ടെൻഷൻ. പക്ഷെ എന്തോ ഒരു ഇതിന് ഞാനിങ്ങ് കയറി വന്നു. ഞാനിങ്ങ് കയറി വന്ന് ഇവിടെ മോൾഡീവ്സിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അടുത്ത് പോയി. അവിടെ നിന്നാണ് നമുക്ക് ഏത് ഐലൻഡിലാണ് കിട്ടുക എന്ന് അറിയുന്നത്, അപ്പൊ മാത്രം. അപ്പൊ അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അറിഞ്ഞു തിനന്തോ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി.
ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാല് നല്ലൊരു സ്റ്റാഫ് റൂം, ഒരുപാട് മലയാളീസ് ഉള്ള സ്റ്റാഫ് റൂം, എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് റൂം റെന്റിന് എടുക്കും, സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചു. ഫ്രം ദ ബിഗിനിങ് ഓഫ് മൈ കോളേജ് ഡേയ്സ് ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും എന്റെ ഒറ്റയ്ക്ക് ചെയ്യും. എന്റെ മെഡിക്കൽ, ഇവിടെ എല്ലാ കാര്യങ്ങളും ബാങ്ക് ഓപ്പൺ ചെയ്യാന്, മെഡിക്കലിന്, പിന്നെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നു പിള്ളേർക്ക്, എന്തൊരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു ഗൈസ്. ഞാനിപ്പോ എന്ത് കിട്ടിയാലും വെക്കും. അങ്ങനെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ വീട്ടിൽ വിളിക്കുമ്പോ പറയും എന്റെ മോള് നല്ലൊരു കുടുംബിനിയായി എന്ന് പറയും. അങ്ങനെ ഇപ്പൊ ഈ ഒരു ഇതില് എത്തി നിൽക്കുന്നു. ഇതാണ് ഇപ്പൊ എന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോ ഞാനല്ല എന്റെ ലൈഫിൽ ഒരു ഹീറോ എന്ന് പറയുന്നത് എന്റെ ഉമ്മ ആണ്. കാരണം അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇല്ല. അപ്പോ എന്റെ പാരന്റ്സ്, എന്റെ ഉമ്മയും ബാപ്പയും ആ ഒരു എഡ്യൂക്കേഷന് നൽകിയ ആ ഒരു പ്രാധാന്യം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ സ്വന്തം കാലിൽ എന്റെ ഒരു ഐഡന്റിറ്റി. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്നെ കണ്ടുപടി എന്ന് പറയും. അതെന്തുകൊണ്ടാ? ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ വല്ലവന്റെ ആരുടെങ്കിലും ഒക്കെ ഒരു ഭാര്യയോ മോളോ, ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന ആളുടെ മോളാണ് എന്നല്ല പറയുന്നത്. ഞാൻ ഇന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ വീക്ക് എന്റെ റിസൾട്ട് വന്നു എംകോമിന്റെ. അതിനും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഉള്ളവർ വരെ പറയും ഇതുപോലെ കണ്ടു പഠിക്കണം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്റെ പാരന്റ്സിന് ഒരു പ്രൗഡ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. എന്റെ പാരന്റ്സിന് ഞാനിപ്പോ ഒരു പ്രൗഡ് ഗേൾ ആണ്. അപ്പോ ഇപ്പൊ എനിക്കിപ്പോ എന്ത് സാധനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പൊ ആരുടെയും കയ്യും കാലും പിടിക്കണ്ട. ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം, എല്ലായിടത്തും കൊണ്ടുപോകണം, ഉമ്മീനെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ഓരോ സ്ഥലത്ത്. അപ്പൊ ഞാൻ എംകോം പഠിക്കുമ്പോൾ ട്രിപ്പ് പോയത് ഡൽഹി, ആഗ്ര, മണാലി ഒക്കെയാണ്. അന്നേരം ഞാൻ എന്റെ ഉമ്മാനെയും കൊണ്ടുപോയി കോളേജ് ഫുൾ അടിച്ചു പൊളിച്ച് ഒരു 10 ദിവസം എല്ലായിടവും കാണിച്ച്. അപ്പൊ ഇപ്പോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു അസൂയോടെയാണ് അവര് നോക്കുന്നത്. ഇപ്പൊ പണ്ട് എങ്ങനെ നടന്നിരുന്നതാണ്, ആ കുട്ടീനെ പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പൊ ഇവിടം വരെ എത്തി. ഇപ്പൊ എന്റെ ഉമ്മയുടെ പേര് ഷമീറ എന്നാ. ഷമീറാനെ ഇപ്പൊ പിള്ളേരിപ്പൊ എങ്ങനെയാ നോക്കുന്നതെന്ന് നോക്കി എല്ലായിടവും കൊണ്ട് നടക്കുന്നു. അപ്പൊ എന്റെ ഇത്താത്ത ഇപ്പൊ CA പഠിക്കുവാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവള് ഇന്റർ പാസ്സായി, ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ഇപ്പൊ ഫൈനലിലോട്ട് എത്തി നിൽക്കുകയാണ്. ഹസ്ബൻഡ് ഉണ്ട്. അളിയൻ വളരെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, പഠിക്കാനും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അവളെവിടെ പോയാലും ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകും. ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഉമ്മി ഉണ്ടാവും, ഇതിൽ കയറിയിട്ടുണ്ടാവും, ഈ ലൈവിൽ ഉണ്ടാവും. Who told you that I sing well? പാടുന്ന് പറഞ്ഞാല് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ബാത്റൂം സിംഗർ അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ പാടുന്നയാ. പിന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പോ. പാടുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടാം, എനിക്കൊരു കുഴപ്പമില്ല. പാടാം. ഓക്കെ, ഹിന്ദി സോങ് ഓക്കെ അല്ലേ? हमको मिले हैं आज ये घड़ियां नसीब से, जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के फिर ये हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले से है. ഓക്കെ അല്ലേ? വലിയൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് നമ്മളിപ്പോ കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്.